കർണാടകയിൽ ഏറ്റവും പോപ്പുലറായ ഒരു ഡെസേർട്ടാണ് കേസരി ബാത്ത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആയ റവ, പാല്, പഞ്ചസാര, നെയ്യ് ഇത് മാത്രം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഈസി ഡെസേർട്ട്. മൈസൂർ പാലസിലെ കിച്ചണിൽ മൈസൂർ രാജാവിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡെസേർട്ടായിട്ടാണ് കേസരി അറിയപ്പെടുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിലും ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അതാണ് സൂചി ഹൽവ. മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് അറബ് വ്യാപാരികളിലൂടെ ഇന്ത്യയിലെത്തിയ ഒരു വിഭവമാണ് ഹൽവ. ഹൽവ് എന്ന അറബ് വാക്കിൽ നിന്നാണ് ഹൽവ ഉണ്ടായത്. പ്രാദേശികമായ മാറ്റങ്ങളൊക്കെ വരുത്തി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചാണ് സൂചി ഹൽവ ഉണ്ടാക്കുന്നത്. റൊട്ടിയുടെ അകത്ത് സൂചി ഹൽവ സ്റ്റഫ് ചെയ്തൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഈ ഡെസേർട്ട് ഉപയോഗിക്കാറുണ്ട്. സൂചി ഹൽവയ്ക്കും കേസരി ബാത്തിനും സിമിലറായ ഒരു ടർക്കിഷ് ഡെസേർട്ട് ഉണ്ട്. അതാണ് ഇർമിക് ഹൽവീസി. ടേസ്റ്റും ടെക്സ്ചറും പ്രിപ്പറേഷൻ മെത്തേഡും എല്ലാം കേസരിയുമായി സിമിലർ അല്ല, മറിച്ച് സെയിം ആണ് ഈ ഡെസേർട്ടിന്. പക്ഷേ കേസരി സെർവ് ചെയ്യുന്ന പോലെയല്ല ഇർമിക് ഹൽവീസി സെർവ് ചെയ്യുന്നത്. ഇർമിക് ഹൽവീസി ഐസ്ക്രീമിൻ്റെ ഒപ്പമാണ് സെർവ് ചെയ്യുന്നത്. ഓട്ടോമാൻ കാലഘട്ടത്തിൽ ടർക്കിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഡെസേർട്ടാണിത്. ഓട്ടോമാൻ കൊട്ടാരങ്ങളിലെ അടുക്കളയിൽ ജനിച്ച ഒരു മധുരപലഹാരമായിട്ടാണ് ഇർമിക് ഹൽവീസി കരുതപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളിൽ പ്രസാദമായും ഫെസ്റ്റിവൽസിനും സെർവ് ചെയ്യുന്ന ഒരു ഡെസേർട്ടാണ് കേസരി എങ്കിൽ ടർക്കിയിൽ ആഘോഷങ്ങൾക്കൊപ്പം മരണം അറിയിക്കാനും അതുപോലെ ഡെത്ത് ആനിവേഴ്സറികൾക്കുമാണ് ഈ ഡെസേർട്ട് സെർവ് ചെയ്യുന്നത്. ഒരു വീട്ടിൽ മരണം നടന്നാൽ ഇർമിക് ഹൽവീസി ഉണ്ടാക്കി അയൽക്കാർക്ക് കൊടുക്കണമെന്നാണ് ചടങ്ങ്. അപ്പോൾ ഇതുപോലുള്ള ഡിഷസും അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസും അറിയാൻ പ്ലീസ് ടു ഫോളോ ലിറ്റിൽ ടെയിൽസ്.